അങ്ങോട്ട് നോക്കിയേ, അതാണ് കാന്തല്ലൂർ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ മലനിരകൾ. തൊട്ട് അങ്ങോട്ട് നോക്കിയാലോ, ആനമുടി ഉൾപ്പെടുന്ന ഇരവികുളം നാഷണൽ പാർക്കിലെ പർവ്വത നിരകളാണ്. അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന പർവ്വത നിരകൾ. അങ്ങനെ 4 വശങ്ങളാലും കൊടുമുടികളാൽ ചുറ്റപ്പെട്ട ഒരു നാടാണിത്. ഒരു നാടല്ല, 5 നാട്. ആ 5 നാട്ടിൽ ഒരു നാട് ഇതിനപ്പുറത്താണ്. 4 നാട് ഇവിടെയാണ്. അങ്ങനെ ടോട്ടൽ ഇതിനെ 5 നാടെന്നാ പറയുക. മറയൂർ, കീഴാന്തൂർ, കാരയൂർ, അതുപോലെ തന്നെ കാന്തല്ലൂർ, കൊട്ടേക്കുടി. ഈ 5 നാടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതിൽ കൊട്ടേക്കുടി ഒഴിച്ച് ബാക്കി 4 നാടിനെ നമ്മൾ അടുത്ത് കാണാനും പോവുകയാണ്. മറയൂർ, കാന്തല്ലൂർ, കിളാന്തൂർ, കാരയൂർ, കൊട്ടകുടിയാക ശാന്തക്കിരാമം. ഇത് കൊട്ടകുടിയാക ശാന്തക്കിരാമം. മാൻമയിലും കരടിപുളി പണ്ടിമയിൽ യാണയും കൂട്ടം കൂട്ടമായും ഗമേജിത്. ഇത് ടൂറിസ്റ്റ് താൻ തേടി മാറുത്. ഇത് ടൂറിസ്റ്റ്. നമ്മൾ ഈ 5 നാട്, ഈ 5 നാട്ടിലെ ഒരു പ്രധാന ഗ്രാമമാണ് മറയൂർ. ആ മറയൂരിൽ നിന്ന്, അവിടുത്തെ ഗ്രാമത്തിൽ നിന്ന് ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശിവകുമാർ ഏട്ടൻ. ചേട്ടൻ നമസ്കാരം. ഹെറിറ്റേജ് വൈസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിരിക്കുന്ന മറയൂരല്ല, ഈ ഇരിക്കുന്ന ഗ്രാമം കാരയൂരാണ്. ചേട്ടൻ മറയൂർ ഗ്രാമത്തിലെ അംഗമാണ് അല്ലെ? ശരിക്കും ഈ 5 നാടുകൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു എന്നാൽ പോലും ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഒന്ന് മറയൂർ ഗ്രാമം, ഒന്ന് കാരയൂർ ഗ്രാമം, കീഴാന്തൂർ ഗ്രാമം, കാന്തല്ലൂർ ഗ്രാമം, കാന്തല്ലൂർ, കോട്ടേക്കുടി, കൊറ്റക്കുടിയല്ല, കോട്ടയക്കുടിയാണ് കൊട്ടക്കുടിയായത്. കൊട്ടക്കുടിയായത്. ഓക്കെ. അത് മറയൂരല്ല, മറവൂറാണ് മറയൂരായത്. ഓക്കെ, മറവൂർ ലിപി തന്നെ കല്ലിപിയിലുണ്ട് മറവൂർ. ഓക്കെ. ശരിക്കും ഈ 5 നാട് ഉണ്ടായത് എങ്ങനെ? മനുഷ്യ ജീവിത മാർഗങ്ങൾ 5 ആയിട്ടുണ്ട്. ഒന്ന് അവർ ജീവിത മാർഗങ്ങൾ: കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഈ മലകളും മലയിക്കുന്ന സ്ഥലങ്ങളുമാണ് കുറിഞ്ചി നിലം. കുറിഞ്ചി പൂക്കൾ ഉണ്ടാകും കുറിഞ്ചി നിലം. അപ്പൊ അതിന്റെ ദൈവം എന്ന് വെച്ചാൽ മുരുകനാണ്. അത് മലയാണ്ടെന്ന് പറയുമല്ലോ, സേയോൺ. മലയാണ്ടൻ. അതിനടുത്ത് മുല്ലയത്തിലെ മായോൺ പെരുമാളാണ്, വിഷ്ണുവാണ് മായോൺ അതിന്റെ ദൈവം. അത് കഴിഞ്ഞിട്ട് മരുതനിലം, നെൽപ്പാടങ്ങളൊന്നും തന്നെയാണ്. അങ്ങനെ ഇന്ദ്രൻ, അങ്ങനെ കടലുമായിട്ട് കടസല്, വർണ്ണൻ, അങ്ങനെ വിശദാണ്. അപ്പൊ ഇവിടെ ഈ കുറിഞ്ചി നിലത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നവര്. ഈ വേളിയർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ദ്വീപുകളാണ്. വേളിയൂർ കുലം, മറയൂർ, മറ്റേ ഈ പ്രദേശം വേളിയൂർ കുലം. അവരെ ചേർന്നിട്ട് പിന്നെ വെള്ളാളർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെള്ളാടലെ വേളിയൂർ കുലമുണ്ട്, പിന്നെ കാറാളരുണ്ട്, കാർകാത്ത വെള്ളാളരുണ്ട്, വീരക്കുടി വെള്ളാളരുണ്ട്, സൈവ് വെള്ളാളരുണ്ട്, നങ്കുടി വെള്ളാളർ ഒത്തിരി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കടക്കണ്ട. ഓക്കെ. അപ്പം ഇവിടേക്ക് അന്ന് എത്തപ്പെടാനുള്ള റീസൺ എന്താ? പണ്ട് ഈ ഇങ്ങനെ ഓരോ സെറ്റിൽമെന്റ് ആയിട്ട് മറയൂരായിട്ട് ഇത്രയും ഒരു ഗ്രാമം ഉണ്ടാവുന്നു, കാരയൂർ ഒരു ഗ്രാമം ഉണ്ടാവുന്നു, ഈ കീഴാന്തൂർ ഒരു ഗ്രാമം ഉണ്ടാവുന്നു, കാന്തല്ലൂർ. അപ്പൊ അങ്ങനെ ഉണ്ടാകാനുള്ള റീസൺ എവിടുന്ന് വന്നതാ? നമ്മള് നേരത്തെ ഇത് സ്ഥലം പാണ്ഡ്യ രാജ്യമായിരുന്നു, മധുര പാണ്ഡ്യ രാജ്യമായിരുന്നു. അതിന്റെ കൽവെട്ട് ലിപികളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ചിലപ്പതികാരം ഈ കന്നകയുടെ സംഭവം മധുര എത്തിച്ചത് കൊണ്ട് അവിടുന്ന് നമ്മുടെ വെള്ളാളന്മാർ അങ്ങോട്ടൊന്ന് മൈഗ്രേറ്റ് ആകുന്നുണ്ട്. ഇവിടെ ആളുകളുണ്ട്, സ്വന്തങ്ങളുണ്ട് അവർക്ക്. ഇവിടെ ഉള്ള നമ്മുടെ വെള്ളാളോട് ചേർന്നു. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? പല ഗ്രാമങ്ങളിലായിട്ട് അവർ മറയൂറും കാരയൂരും കിലാന്നും തനിച്ചും ചച്ചിനാടായിട്ട് ചെയ്താണ്. ഈ മറയൂരാവട്ടെ, അല്ലെങ്കിൽ ഈ കാരയൂരാവട്ടെ, കീഴാന്തൂരാവട്ടെ, കാന്തല്ലൂരാവട്ടെ, അല്ലെങ്കിൽ കോട്ടയക്കുടി ആവട്ടെ, കോട്ടയക്കുടിയിൽ എന്താ അങ്ങ് തമിഴ്നാട്ടിൽ പോയത്? അത് തമിഴ്നാട്ടിലല്ലേ? നേരത്തെ തമിഴ്നാടും ഇല്ല, കേരളവും ഇല്ല, കർണാടകവും ഇല്ല. അന്നില്ല. നേരത്തെ പാണ്ഡ്യരാജ്യം, ചോളരാജ്യം, ചേരരാജ്യം, കൊങ്കനാട്, പല നാടുകളും ഉണ്ടായിരുന്നു. പിന്നെ 1956 പുറയിലാണ് കേരളം ഇങ്ങോട്ട് വരുന്നുണ്ട്. കേരളവും തമിഴ്നാടും ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, ഈ കോട്ടയക്കുടിയുമായിട്ടൊരു ബന്ധം അങ്ങനെ ഇത്രയും വരാൻ കാരണം ഈ ബാക്കി 4 ഗ്രാമങ്ങൾ ഇത്ര അടുത്താ അല്ലേ? അതല്ലേ കുറച്ച് ദൂരെ ഉള്ളത്? ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 35 കിലോമീറ്ററിന് കൂടും ഉണ്ടാവും അല്ലേ? വന്തോർക്ക് വന്ദനം മണം വീശും സന്തനം. വന്തോർക്ക് വന്ദനം മണം വീശും സന്തനം. ചെന്നല് കറുമ്പ് ഇங்கே വിളയത്. ഇത് വിളവാശി ഏട്ടത്തിലെ കുറയത്. നമ്മൾ ഈ ഇതുപോലെ 5 ഗ്രാമങ്ങളായിട്ട് തിരിഞ്ഞത് ഏകദേശം 10 മുമ്പാണല്ലോ. 2000 വർഷമാണ് പറയുന്നത്. ഇവിടെ ഉള്ള വെള്ളാളന്മാർ വേളിയൂർ എന്ന് പറയുന്നവർ നേരത്തെ ഉണ്ടായിരുന്നവർ. ഈ റോക്ക് പെയിന്റ് ഒക്കെ അവരുള്ളതാണ്. റോക്ക് പെയിന്റ് അവർ പറഞ്ഞതാണ്. അതിന്റെ അടയാളങ്ങൾ, ഗുഹാചിത്രങ്ങൾ അവരുള്ള വേളിയൂർ വെള്ളാളറിന്റെ. ഇപ്പൊ ഞാൻ വേളിയൂർ ഇല്ല, ഒരു ഫാമിലിയുടെ പേരുണ്ടല്ലോ, അതുകൊണ്ട് വേളിയൂർ ഉണ്ട്.
ശരിക്കും അവിടേക്ക് ഇവിടെ വന്ന സമയത്തെ ഇവിടൊക്കെ നമ്മൾ ഇപ്പോഴാണ് മറയൂരും ഇവിടൊക്കെ നോക്കുമ്പോൾ കരിമ്പുണ്ട്, നെല്ലുണ്ട്, അടക്കയുണ്ട്. ഇപ്പൊ അടക്ക കാണാം നമുക്ക് ഇവിടെ. അപ്പൊ അന്ന് ഇവിടെ വന്ന സമയത്ത് ഇവരുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗം ഇവരെങ്ങനെയാണ്, എന്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ്? ഞാൻ ഇപ്പൊ 1980-85 കാലഘട്ടത്തിലൊക്കെ മൊത്തം നെൽപ്പാടം. ഈ കമുകും ഇല്ല, ഒന്നുമില്ല. അന്ന് വന്നപ്പോ എന്തായിരിക്കും ചെയ്തത്? നെൽകൃഷി തന്നെ അന്ന്. ഓ, നെല്ലായിരുന്നു. തിന. ഈ വേളിയൂർകുളം തിനയല്ല വരയ്ക്കുന്നത്. ഓ ശരി. വേളിയൂർകുളം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളാളർ, ഈ വർഷങ്ങളായിട്ട് 3000-4000 വർഷങ്ങളായിട്ടുള്ള വേളിയൂർകുളം വെള്ളാളർ, അവർ തിനയാണ്. നെൽപ്പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മമാരൊക്കെ ഈ കൽക്കുഴിയിലൊക്കെ നെല്ല് കുത്തുന്നൊക്കെ നേരിട്ട് കണ്ടത് 1991-95 കാലഘട്ടത്തിൽ അവർ നെൽക്കുറ്റി കൊണ്ടുവന്നതാ. ഈ നെൽക്കുഴിയാണോ ഇവിടെ കാണുന്നത്? ഈ കുഴികൾ? കൽക്കുഴി നെല്ല് കുത്തുന്ന കൽക്കുഴി, നെല്ല് കുത്തുന്ന കൽക്കുഴി. ഓക്കെ. അത് വെച്ചിട്ട് ഇവിടുന്നാണ് അമ്മമാര് എല്ലാരും കൂടെ ചേർന്ന് എല്ലാം ചേർന്ന് 5, 8, 10, 15 അമ്മമാർ ഒന്നിച്ച് കാലത്തെ 4 മണിയോ 4:30 വന്നു ഒരു വിളക്ക് കത്തിച്ചിട്ട് വന്നിട്ട്. പക്ഷെ അതിന്റെ മുമ്പിലൊക്കെ ഞാനൊത്ത് കുഴിയാണ്, അതിന് മുമ്പിലെല്ലാം ഓരോ എഴുത്തുകൾ കാണാം. അത് ഓരോട്ട് ഡൊണേഷൻ ചെയ്തിട്ടാണ് പുള്ളി ചെലവ് കൊണ്ട് അടിച്ചതായിരിക്കും. അത് ഈ തിരുനാഞ്ചി അടുത്ത കൽക്കുഴി, ഈ പെരുമാൾ, പുല്ലൻ പെരുമാൾ അടുത്ത കൽക്കുഴി, അങ്ങനെ ഓരോ ആളുകിട്ടും എഴുതി വെച്ചിരിക്കുക അവരടുത്ത്. உள்தைலம் ஏற்றுமதி கரும்பு வெள்ளம் குறைந்த விலை விவசாயம் செய்யவர்கள் தூண்டியில் இதை அநியாயம் கேட்பதற்கு ஆளில்லை, ഇதை അന്യായം കേൾപ്പതற்கு. ഈ ഗ്രാമത്തിലാണ് ഈ പാണ്ഡ്യ രാജാവിന്റെ ചെമ്പുപട്ടയം ചെപ്പേടുണ്ട് ഇവിടെ. എവിടെ? ഇവിടെ ഈ ഗ്രാമത്തിൽ. ഈ കാരൂരോ? കാരഗ്രാമത്തിൽ. കുലശേഖര പാണ്ഡ്യനാണ് കൊടുത്തത്. ആ ചെപ്പേട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും മണ്ണാടി ചെപ്പേട്, കാരയൂർ മണ്ണാടി ചെപ്പേട് എന്നാണ്. ആ ചെപ്പേടിനെ കുറിച്ച് കൃഷ്ണഗിരി ജില്ലയിലെ ആ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തത് ബുക്കാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം മണ്ണാടി ചെപ്പേട് ഇവിടെയാണുള്ളത്. അപ്പത്തെ രാജാവ് ആ മണ്ണാടിയായിരുന്നു. കണ്ടമുച്ചി നാരായണൻ എന്നൊരാളാണ് ഇവിടുത്തെ രാജാവ് വരുന്നത്. ഈ 5 ഗ്രാമങ്ങൾക്കുള്ള രാജാവ് പറയാം. 5 ഗ്രാമം കൂടെ ഒരു രാജാവായിരുന്നു. അവരാണ് ഇത് മറ്റേ തിരുവിതാംകൂർ പൂഞ്ഞാറുമായിട്ട് ബന്ധമുള്ള ഒരാൾ. ഇവിടെ നിന്ന് മറ്റേ കൊടുക്കണം എല്ലാവർക്കും അപ്പം കെട്ടണല്ലോ. അപ്പം എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഈ രാജാവിന്റെ കീഴിൽ? അവരെന്തൊക്കെ നിയമങ്ങളായിരുന്നു? എന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണം എന്ന് വെച്ചാല് ഞങ്ങളുടെ ഗ്രാമത്തിൽ മാത്രം കല്യാണം കഴിക്കുന്നു. ഈ 5 ഗ്രാമത്തിൽ കല്യാണം കഴിക്കണം. അപ്പം കല്യാണത്തെ സ്ത്രീ തന്നല്ല നമുക്ക്. ഇപ്പൊ കല്യാണം തീരുമാനിക്കുമ്പോൾ നിശ്ചയദാർത്ഥം ചെയ്യുമ്പോൾ നിശ്ചയദാർത്ഥം ഇപ്പോഴല്ല പുതിയതായിട്ട് പറഞ്ഞു നിശ്ചയദാർത്ഥത്തിന്റെ സംഭവം. നേരത്തെ നിശ്ചയദാർത്ഥമില്ല. പരിപ്പും ചോറ് എന്ന് ഒരു 5, 6, 10, 5 അവരുടെ അണ്ണ ചേട്ടനെയുമാർ വന്നിട്ട് വീട്ടിൽ സംസാരിച്ച് അങ്ങനെ ചെറിയ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പം നമ്മൾ പെണ്ണ് ചോദിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ഞാൻ പെണ്ണ് തന്നാൽ എനിക്ക് എന്താ തരും എന്ന് ചോദിക്കുള്ളൂ. അപ്പൊ ഞങ്ങള് നെല്ല് കൊടുക്കണം. പെണ്ണ് കിട്ടാനായിട്ട് നെല്ല് കൊടുക്കണം. തിരിച്ചായിരുന്നു. പെൺകുട്ടിയെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നെല്ല് കൊടുക്കണം. പിന്നെ ആട് കൊടുക്കണതുണ്ട്. എല്ലാ ഗ്രാമത്തിലും ആടില്ല. നെല്ല് ഉറപ്പിച്ച് എല്ലാ ഗ്രാമത്തിലും നെല്ല് കൊടുക്കണം. പൂക്കോട്ടം നെല്ലെന്ന് പറയും. കല്യാണം താലി കിട്ടി കഴിഞ്ഞാൽ അടുത്ത വൈകുന്നേരത്തിന് മുമ്പ് അത് വെറ്റി പെണ്ണിന്റെ വീട്ടിൽ പോയി കൊടുത്തിരിക്കണം. പൂക്കോട്ടം നെല്ല്. നെല്ല് കൊടുത്താലേ പെണ്ണ് തരും. ഇപ്പോഴും നെല്ല് കൊടുക്കുന്നുണ്ട്. ആണല്ലേ? ഇപ്പൊ ഈ രാജാവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ 4-5 ഗ്രാമത്തിനും കൂടെ. അപ്പൊ ഈ രാജാവിന് എല്ലായിടത്തും എത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ ഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഫലമേൽപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചുമതല കൊടുത്തിട്ടുണ്ടോ? ഓരോരോ ഗ്രാമത്തിലും മണ്ണാടി, മന്ത്രി, പ്രധാനക്കാരൻ 3 ചുമതലയുണ്ട്. മണ്ണാടി, മന്ത്രി, പ്രധാനക്കാരൻ, പെരിയധനക്കാരൻ എന്നിരിക്കുന്നു. രാജാവ്, മന്ത്രി, ട്രഷറർ, ഖജാൻജി. യുദ്ധത്തിന്റെ ആളുകളാ പ്രധാനക്കാരൻ. ഓ അങ്ങനെയാണ്. ശരി. യുദ്ധത്തിന്റെ ആള് കൺട്രോൾ ചെയ്യുന്നല്ലോ. ഞാൻ ഓർത്ത് മറ്റേ ധനം സൂക്ഷിക്കുന്ന ആളാണ്. നല്ല. അപ്പൊ ഇവര് 3 പേരായിരിക്കും പ്രധാനം അല്ലെ? ഇപ്പോഴും 4 ഗ്രാമങ്ങളിൽ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതിലെ മണ്ണാടി പ്രധാനക്കാരുണ്ട്, ഫാമിലി ഉണ്ട്. അതിലെ മന്ത്രി വീട്, മണ്ണാടി വീട്, പ്രധാനക്കാർ വീട്, വകേറാക്കളെ വീട്ടുപേരങ്ങനെയുണ്ട്. ഓക്കെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുവോ? അവരുടെ ഫാമിലി ഉണ്ടാവും. ആ ഫാമിലി ആയിരിക്കും. ഓ ശരി. അപ്പൊ അവരിപ്പം നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരിക്കുമല്ലോ. അതല്ലാണ്ട് ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതും വേണം അതും വേണം. അവര് ഗവർണർമാരെല്ലാം അവർക്ക് കണക്ക് നോക്കാൻ കുറെ കഷ്ടമായിട്ട് പിള്ളേരെടുത്ത് വെക്കും.
അപ്പൊ ശിവരാട്ടാ, ഇതാണ് ശിവരാട്ടന്റെ സ്വന്തം ഗ്രാമം, മറയൂർ ഗ്രാമം. ഒരു ഗ്രാമം. 5 ഗ്രാമങ്ങളിൽ ശിവരാട്ടന്റെ ഗ്രാമമാണ് കേട്ടോ ഇത്. മറയൂർ ഗ്രാമം. ചേട്ടാ, നമ്മളിപ്പോ എല്ലാ ഗ്രാമത്തിലും ചേട്ടൻ പറഞ്ഞ പോലെ തലൈവാസൽ അല്ലെ കണ്ടു. നമ്മൾ കേറുന്ന ആ ഒരു എൻട്രൻസ് ഇവിടെയുണ്ട്. അതാണ് ആ കാണുന്നത്. അതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാ. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് അല്ലെ. അവിടെ ഒരു കല്ല് കണ്ടല്ലോ, അതെന്താ? അത് ഹീറോ സ്റ്റോൺ. അത് നടുകൽ എന്ന് പറയുള്ളൂ ഞങ്ങള്. ഇത് ഹീറോ സ്റ്റോൺ. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനു വേണ്ടി ഒരു മരിച്ച ഒരു രാജാവായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സഹായിച്ച ഒരു വലിയ ആളാണ്. അങ്ങനെ അവർക്ക് വേണ്ടി മരിച്ച ആളിന് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ പേരും അതിനടിയിൽ നമുക്ക് അങ്ങനെ അടക്കിയിട്ടൊന്നുമില്ല. അടക്കിട്ടില്ല. എന്ത് ലിപിയാ? തമിഴാണോ? തമിഴാണ്. അപ്പം നമ്മളിപ്പോ ഈ തലൈവാസിലെ തൊട്ട് മുമ്പിലാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് കാരയൂര് പോയപ്പോൾ കണ്ടു, തലൈവാസിൽ കയറുന്നതിന് മുമ്പ് നമ്മളിവിടെ കറുപ്പുസ്വാമി അല്ലെ. ഇത് കറുപ്പുസ്വാമി, കാവൽ ദൈവം, ഗ്രാമത്തിന്റെ കാവൽ ദൈവം. കറുപ്പുസ്വാമി എല്ലാ ഈ 5 ഗ്രാമത്തിലും. അപ്പൊ പലയിടത്തിലും ചിലയിടത്ത് ചേർന്നുണ്ട്, കുറച്ച് മാറിയുണ്ട് എന്നൊക്കെയുണ്ട് അല്ലെ. കയറുന്നതിന് തൊട്ടപ്പുറത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഓരോ ഗ്രാമത്തിനും അവരുടേതായിട്ടുള്ള ദൈവങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഉദ്ദേശിച്ചത് ഈ കുലദൈവമോ ഗ്രാമദൈവമോ അങ്ങനെ വല്ലതും ഉണ്ട്. ഓരോരോ ഗ്രാമത്തിനും ഈ ഗ്രാമദേവതയുണ്ട്. ഇവിടുത്തെ ഗ്രാമത്തിന് മറയൂരിന് പത്രകാളിയാണ് പറയുന്നത്. എന്നാലും അവിടുത്തെ ഗ്രാമക്കാർ ദൈവത്തിനെ വിളിച്ചു വരുത്തുമ്പോൾ തെൻകാശിനാഥൻ പട്ടണം എന്നാണ് പറയുന്നത്. ഓരോരോ ദൈവത്തിനും വീരഭദ്രന് കരകരോ, ഗുണ്ടേശ്വരന് കരകരോ, ഉടയപെരുമാൾ കരകരോ അങ്ങനെ പറയുമ്പോൾ മറയൂരിന് തെൻകാശിനാഥൻ പട്ടണം എന്നാണ് പറയുന്നത്. തെൻകാശി. അപ്പൊ നമ്മുടെ കാരയൂർ എന്താണ്? കുണ്ടേശ്വരൻ. അപ്പൊ നമ്മുടെ കീഴാന്തൂർ വീരഭദ്രൻ, അഗ്നി വീരഭദ്രൻ, അഘോരി വീരഭദ്രൻ രണ്ടുണ്ട്. കാന്തല്ലൂരോ? കാന്തല്ലൂർ ഉടയപെരുമാൾ. അപ്പം മറ്റേ കൊട്ടൈക്കുടിയോ? അയ്യനാർ. അപ്പം ഗ്രാമത്തിന് ദൈവമുണ്ട്. അപ്പൊ കുലദൈവങ്ങളുണ്ടോ? അവരവര് ഒരു ഫാമിലി, കുറെ ഫാമിലി ഉണ്ട്. ഒരു 15 കുടുംബക്കാരും 20 കുടുംബക്കാരും 30 കുടുംബക്കാരുണ്ട്. അവർക്കൊക്കെ തനിച്ച് കുലദൈവങ്ങളുണ്ട്. ഈ കല്യാണത്തിനാവട്ടെ അല്ലെ ഈ മരണസമയത്തെ ചടങ്ങുകളാവട്ടെ, ഈ ഗ്രാമത്തിന് ചേട്ടൻ മുമ്പേ നമ്മുടെ ഓഫ് ദ റെക്കോർഡിൽ പറഞ്ഞിരുന്നു ഈ കെട്ടുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞു. നാരിന്റെ കാര്യം, വാഴനാരിന്റെ കാര്യം. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങളുടെ മാംഗല്യം എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് കാമാക്ഷി മാംഗല്യമാണ്. നമ്മൾ കെട്ടുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കും മോന്, ഞാൻ കെട്ടും മാംഗല്യം കാമാക്ഷി മാംഗല്യം എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടേ കെട്ടണം. അവിടെ കെട്ടുമാളൻ ഉണ്ടാകും. പറഞ്ഞ ആ കാമാക്ഷിക്ക് വേണ്ടി വയ്ക്കുന്ന ഒരു പൂവാണ് കതിർപക്ഷൈ. ഇപ്പൊ വിഷ്ണു ആയാൽ തുളസി ഉണ്ടല്ലോ, വിഷ്ണു ദൈവത്തിന് തുളസി, ശിവനെ ഒരു ബിൽവം, പിന്നെ മാരിയമ്മയ്ക്ക് വേപ്പില, ഇങ്ങനെ ഓരോ ദൈവത്തിനും ഗണപതിക്ക് അറുക്കുന്ന വെക്കുന്ന പോലെ കാമാക്ഷിക്ക് ഈ കതിർപക്ഷാണ് വെക്കുന്നത്. ആ കതിർപക്ഷൈ ആ പച്ചയെ ഇങ്ങനെ കൊലക്കാത്ത ഈ വാളയുടെ മറത്തിൽ ഒരു നാർ കീഴിട്ട് അതിലങ്ങനെ മുടിഞ്ഞ് ഇങ്ങനെ നിമിർത്തി കെട്ടണത്, ഇങ്ങനെ നേരെ കെട്ടണം. തലമേളി വല. അങ്ങനെ കല്യാണത്തിൽ പെണ്ണിന് ആണിനും കെട്ടണം. അത് ചടങ്ങ് കൊണ്ട് കാലത്ത് 4:30 ആദ്യത്തെ മുഹൂർത്തം അതാണ്, താറാം മുഹൂർത്തം എന്ന് പറയും. അത് കെട്ടുക. അത് കെട്ടിയിട്ടാണ് അലങ്കാരം. അത് തന്നെ മാല തന്നെ അത് തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് തരുന്നു. ആ പക്ഷ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് തരും. അവർ കാണിക്ക വെച്ച് നമ്മൾ കൊടുക്കണം പൂജാരിക്ക്. ആ മാല തന്നെ ആദ്യത്തെ മാല ഇടുക. അത് കഴിഞ്ഞിട്ടാണ് ഈ മഞ്ഞിടുന്ന ഈ സ്വർണ്ണങ്ങൾ ഇടുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാല. ഈ വാഴനാർ ഇത് തന്നെ മരണത്തെ തലകളായിട്ട് കെട്ടണം. അത് തന്നെ തിരിച്ചു കെട്ടണം. ഈ കതിർപച്ച തിരിച്ചു കെട്ടണം തലകളായി. ഈ വാഴനാർ കൊണ്ട് ആ മരിച്ച ആളുടെ തല നെറ്റിയിൽ. കല്യാണ ചടങ്ങ് പോലെ തന്നെ ആണാലും അത് തിരിച്ചു കെട്ടണം. ഈ അവിടേതായിട്ടുള്ള നമ്മളിപ്പം ഒരു വൈദ്യം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഗ്രാമത്തിൽ അവർ തന്നെ നേരത്തെ ഹോസ്പിറ്റലിൽ പോകാറില്ലല്ലോ. ആണോ? ഹോസ്പിറ്റലിൽ പോകാറില്ല അങ്ങനെ. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള വൈദ്യ ഈ പ്രസവം നോക്കുന്നത് തന്നെ നമുക്ക് ഗ്രാമത്തിലായിരുന്നു 20 ദിവസത്തിന് മുമ്പ്, 20-25 ദിവസത്തിന് മുമ്പ്. ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോയി. ഓരോ ഗ്രാമത്തിലും വൈദ്യന്മാരുണ്ട്. ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കാണും. ഈ നാട്ടുകൂടത്തിന്റെ മറ്റേ മന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലും വൈദ്യരുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് ചെറിയ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് പഠിച്ച് അവർ നല്ല ഒരു 50-60 വയസ്സാകുമ്പോൾ നല്ല വലിയ ആളാകും.
നമ്മുടെ ഈ പ്രോഗ്രാം ഈ ഓരോ നാട്ടിൽ ചില ഹിസ്റ്ററി ചരിത്രമൊക്കെ തേടി പോകുമ്പോഴും അതോടൊപ്പം തന്നെ രുചി ചരിത്രം കൂടെ തേടി പോകും. അപ്പൊ നമ്മുടെ ഈ ഗ്രാമത്തിൽ എന്തായാലും ഗ്രാമത്തിനായിട്ടുള്ള ഭക്ഷണങ്ങളും കാണുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഭക്ഷണം ഞങ്ങളെ പരിചയപ്പെടുത്താൻ എവിടോട്ടാണ് നമുക്കൊന്ന് പോകാൻ പറ്റുന്നത്? നമുക്ക് കീഴന്തൂര് പോവാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മുടെ ശിവകുമാരേട്ടന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ അല്ലേ നമ്മൾ പോവാണ് കീഴാന്തൂരേക്ക് പോവാണ്. ആ രുചി ഏതാന്ന് കണ്ടറിയാം. മറയൂർ കാന്തല്ലൂർ കിളാന്തൂർ കാരയൂർ കൊട്ടകുടിയാക ശാന്തക്കിരാമോ ഇത് കൊട്ടകുടിയാക ശാന്തക്കിരാമോ മാൻമയിലും കരടിപുളി പണ്ടിമയിൽ யானையும் கூட்டம் கூட்டமாய் இங்கே மேயுது இது டூரிஸ்ட் தான் தேடி மாறுது வந்தோர்க்கு வந்தனம் மனம் வீசும் சந்தனம் சென்னெல்லு கரும்பு இங்கே விளையுது இது விலைவாசி ஏட்டத்திலே குறையுது ഇതൊരു നല്ല വീടാണ്. ആ വീടിനോട് ചേർന്ന് പുറത്ത് നല്ല ചാണകം മെഴുകി നല്ല ഒരു അടുപ്പിൽ നമ്മളെ കാത്ത് ഒരു നല്ല ഇവിടുത്തേക്ക് ഇവരെ എന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭവമായിട്ട് കൂടെയുള്ളത് പഞ്ചാമൃതമാണ്. നല്ല ആ രുചി പോലെ തന്നെ നല്ല സൗന്ദര്യത്തോടു കൂടെ തന്നെ നിൽക്കുന്ന നമ്മുടെ പഞ്ചാമൃത അമ്മയാണ് കേട്ടോ. അമ്മ നമസ്കാരം. അമ്മ, അപ്പം അഞ്ചുനാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ മറയൂര്, കാരയൂര്, കീഴാന്തൂര്, കാന്തല്ലൂര്, പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല കോട്ടയക്കുടി അല്ലേ, അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മുടെ ശിവകുമാരേട്ടൻ പറഞ്ഞു. ശിവകുമാരേട്ടന്റെ കുഞ്ഞമ്മയാണ് അമ്മയുടെ അനിയത്തി അല്ലേ. അമ്മ ആരെ പേരിട്ട പഞ്ചാമൃതം? അച്ഛനാണോ? അതിന്റെ മുരുകനെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? ആണോ? പഴനിക്ക് പോയി. ആഹാ, അങ്ങനെയാണ് പഞ്ചാമൃതം പേരിട്ടത്. ഇതിപ്പോ എന്ത് ആഹാരമാണ് ഞങ്ങൾക്ക് വെച്ച് തരുന്നത്? നിങ്ങളൊക്കെ ഈ വാക്കണ റൊട്ടി വെച്ച്. വാക്കണ റൊട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെങ്ങനെയാ ഉണ്ടാക്കുന്നേ? അരി, കുത്തരി, ജീരകം, വെളുത്തുള്ളി. കുത്തരി, ജീരകം, വെളുത്തുള്ളി. ഞാൻ കണ്ണ് കരഞ്ഞിട്ടല്ല കേട്ടോ, പുക അടിച്ചിട്ടാട്ടോ. അപ്പം ജീരകം, വെളുത്തുള്ളി, അരി. എന്തോ അരിയാ? കുത്തരി. പിന്നെ അത് ആട്ടി അത് കുത്തരി എങ്ങനെ ആട്ടുന്നത്? കുത്തരി വെള്ളത്തിലെടുത്ത് കുതിർക്കുവോ? വെള്ളത്തിലിട്ട് കഴുകി ആട്ടും. അതിന്റെ കൂടെ വെളുത്തുള്ളി ഇടും, ജീരകം ഇടും, പിന്നെ ചുവന്നുള്ളി ഇടും. അപ്പൊ ഈ മാവ് അതാണോ? ഇത് ഈ മാവാണ്. അങ്ങനെ കുതിർത്തിട്ട് എത്ര നേരം കുതിർക്കണം? വെള്ളത്തിൽ എത്ര നേരം ഇട്ട് കഴുകി വെക്കണം? രാവിലെ ഇട്ട്. രാവിലെ വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം ഇടണം. വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ഇന്നലെ വൈകുന്നേരം വെച്ചാണോ? ഇന്നലെ വൈകുന്നേരം അരച്ചു. അമ്മ, ഇതിനൊരു കളർ എന്നത് മഞ്ഞളല്ലോ ഇടുന്നത്? മഞ്ഞൾ, വേറൊന്നും ഇടുന്നില്ല? വേറൊന്നുമില്ല. അപ്പം ദേ ഇതാണ് കണ്ടോ, ഇത് എത്ര അരി എടുത്തിട്ടുണ്ട് അമ്മ? ഇപ്പൊ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതങ്ങ് ഉണ്ടാക്കിയല്ലോ. പക്ഷെ ഇതിപ്പം ഇത് മാത്രല്ല, ഇപ്പൊ ഇതെന്ത് ഈ വാക്കണേന്ന് വന്നേ? കറണ്ടിന്ന് പറയാം. കരണ്ടിയാണോ? കറണ്ടിനും പറയാം, വാക്കണെന്നും പറയാം. അതാണോ വാക്കണ? അത് കാണിച്ചമ്മ, ഞങ്ങള് പ്രേക്ഷകരെ ഒന്ന് കാണിക്കട്ടെ, അതൊന്ന് എടുത്തേ. ഓ, ഇതാണ് വാക്കണേ. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എണ്ണ ഒഴിച്ച്. എന്തോ എണ്ണ ഒഴിക്കുന്നേ? വെളിച്ചെണ്ണയോ? അല്ല, സൺഫ്ലവർ. മറ്റേ സൺഫ്ലവർ ഓയില്. ഓക്കെ, സൂര്യകാന്തിയുടെ എണ്ണ അല്ലേ? അപ്പം അത് ഇട്ട് ഇതിനകത്ത് ഉണ്ടാക്കുന്നതാണ് വാക്കണ റൊട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇതിനാണ് വാക്കണേ അല്ലേ, തവി. അപ്പൊ അമ്മ നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയോ? അപ്പൊ നമുക്ക് കത്തിക്കാം. അടുപ്പിങ്ങനെ കൂട്ടി വെച്ചേക്ക് അമ്മ, അത് കത്തിക്കാൻ പോകുന്നൂടെ അല്ലേ? അപ്പം ഇതെപ്പോഴാ ഇതിനകത്തോട്ട് ഇടുന്നത്? ഇപ്പൊ ഇടാൻ പോവാണോ? ഇട്ടോ. ഓ, അതിങ്ങനെ ഉരുട്ടണോ അമ്മ? ചൂട്, എണ്ണ ചൂട്. കൈ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യുവല്ലയോ?
അതെന്തോ അമ്മേ ആ ചെറിയ അതിനകത്തിരിക്കുന്നത്? ഇത് അല്ല അത് ആ ചെറിയ അതിനകത്ത് എന്തോ ഇരിക്കുന്നത്? ഇതെന്തോ സ്വാമിക്ക് രാവിലെ ചായ ഇട്ട് സ്വാമിക്ക് ഇടും. ഇത് ചായയാണിത്? കാണിച്ചേ. കട്ടൻ. ആ കട്ടൻ ചായ രാവിലെ ഉണ്ടാക്കിയത് സ്വാമിക്കാണ് കേട്ടോ. അപ്പൊ സ്വാമിക്ക് കൊടുത്തിട്ട് നമ്മൾ തുടങ്ങുള്ളൂ. തുടങ്ങും. ആഹാ, എന്തിനും സ്വാമിക്ക് വെച്ചിട്ട് തന്നെ. സ്വാമിച്ച് കൊടുക്കുള്ളൂ. ഓ, ഇത് സ്വാമിക്ക്. ഇതിൽ ആരും യൂസ് ചെയ്യാൻ പാടില്ല, ആരും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതേ നമ്മുടെ വാക്കണ്ണ റൊട്ടി ഇവിടെ നമ്മുടെ പഞ്ചാമൃത അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രഷർ എല്ലാം കണ്ടല്ലോ. ഇത് എത്ര നേരം എടുക്കും അമ്മ ഇതൊന്ന് പാകമാവാൻ? ഇപ്പൊ ഒരു 1 മണിക്കൂർ, ഒരു 5 നിമിഷം 10 നിമിഷം അത്രയും മതി. 10 നിമിഷം 10 മിനിറ്റ്. ഇത് എപ്പോഴൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് ഈ വാക്കണ റൊട്ടി? എപ്പോഴാ എന്തെങ്കിലും? ഇത് അമ്മയും അച്ഛനൊക്കെ ഉണ്ടാക്കി തരും ഞങ്ങൾക്ക് കൊച്ചു പിള്ളേരില്. ആണോ? ഇപ്പൊ ഒന്നുമില്ല. റൊട്ടി ആയിക്കൊണ്ടിരിക്കുക ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും. ആഹാ. അപ്പൊ ഇത് എങ്ങനെ ഇത് പാകമായെന്ന് അറിയുന്നത്? പാകമായോ? ആയോ? ആയി. ഇത് തിരിച്ചിടണ്ടേ? തിരിച്ചിടുന്നു. ഇടണോ? എന്നാ ഇട്ടോ. അമ്മ എല്ലാം എന്നോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ കേട്ടോ. ആ ആഹാ. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കേട്ടോ. ഏകദേശം ഈ ഒരു കളർ, ഏകദേശം ഇങ്ങനൊരു കളറാണ് റെഡിയായി. റെഡിയായി. അപ്പൊ നമുക്ക് അങ്ങ് എടുത്താലോ? എടുക്കാം. ഓക്കെ, ഞാൻ റെഡി ആയിട്ടിരിക്കുക. എടുക്കട്ടെ. ഒരു കുഞ്ഞിനെ പോലെ റെഡി ആയിട്ടിരിക്കുക. എങ്ങനെ ഇത് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ശരി. ആ, അപ്പൊ നമ്മുടെ വാക്കണ റൊട്ടി ആയിട്ടുണ്ട്. ഓക്കെ, കഴിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, തരാം. അപ്പൊ ഞാന് ഈ വാക്കണ റൊട്ടിന്ന് അമ്മ ഇത് അമ്മയും കൂടി ഇച്ചിരി കഴിക്കണം എൻ്റെ കൂടെ. അമ്മയ്ക്ക് ഞാൻ കൊടുത്തു, ഇവിടെ ഞാനും കൂടി എടുക്കുകയാണ്. വാക്കണ റൊട്ടി കഴിക്കാം നമുക്ക്. പാകത്തിന് ഉപ്പ്, എല്ലാം സമാസമം. മഞ്ഞളുണ്ട്, ചുമന്നുള്ളിയുടെ രുചി നന്നായിട്ട് അറിയാം, ജീരകത്തിന്റെ രുചി അറിയാം. അതോടൊപ്പം തന്നെ കുത്തരിയും. ഇതെന്താ പറയാ, ശരിക്കും വളരെ എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ നമ്മുടെ ഒരു നാച്ചുറൽ അല്ലെ, നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള, പൂർണ്ണമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഫുഡ്. വേറെ ഒരു ചെരുവുകളും ഇല്ല, നല്ല രുചിയാണ്. അപ്പൊ നമ്മുടെ പഞ്ചാമൃത അമ്മ നമുക്ക് സമ്മാനിച്ച രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഈ വാക്കണ റൊട്ടി. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ഈ എങ്ങനത്തെ, അപ്പൊ നിങ്ങളുടെ ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. ഈ ചുമന്നുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത അരി കൊണ്ടുള്ള അപ്പം, അതിൻ്റെയൊക്കെ രുചിയോട് സമാനമാണ്. എന്നാൽ ഇതിന് വേറൊരു ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് ഇതിനെ തോന്നുന്നത്. എല്ലാവരും ഇത് പരീക്ഷ നോക്കണം അല്ലേ അമ്മ? എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഏറെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന കാര്യം, മറയൂരിനെ തന്നെ അല്ലെങ്കിൽ ഈ നാടിന്റെ തന്നെ എന്താ പറയാ നട്ടെല്ലാണ് 5 നാടെന്ന് പറയുന്നത്. അപ്പൊ 5 നാടിനെ കുറിച്ചും അതുപോലെ തന്നെ പഞ്ചാമൃത അമ്മയുടെ വാക്കണ റൊട്ടിയെ കുറിച്ചും നിങ്ങൾ കണ്ടു. ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും നന്ദി, നമസ്കാരം.